Hello friends, welcome to Riya's Kitchen Vibes. ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം കൊണ്ടുള്ളൊരു വിഭവമാണ് പഴം വിളയിച്ചത്. വളരെ രുചികരമായ ഈ വിഭവം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഏത്തപ്പഴം ഒന്ന് മൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഉരുകി വരുമ്പം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാവും. 2 ചെറിയ ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്ത ഏത്തപ്പഴമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇനി ഇത് നെയ്യിലിട്ട് ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കണം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കാം. ഇത്രയും മൊരിഞ്ഞാൽ മതിയാവും. ഇനി ഇത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇതേ പാനിലേക്ക് വീണ്ടും 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പം കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഇല്ലെങ്കിൽ കപ്പലണ്ടി ചേർത്താലും മതിയാവും. ഇതിപ്പോൾ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ഒന്ന് വീർത്ത് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ കൈപ്പിടി തേങ്ങായേ ഉള്ളൂ. ടേബിൾ സ്പൂണിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 3-3.5 ടേബിൾ സ്പൂണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതിയേ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അവലാണ്. 2 ടേബിൾ സ്പൂൺ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. അവൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഏത്തപ്പഴത്തിന്റെ മധുരം അനുസരിച്ചാണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് വേണ്ടിയൊക്കെ തയ്യാറാക്കുന്നതാണെങ്കിൽ പഞ്ചസാര ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചെറിയ ഏലക്കയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ മിക്സ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഏത്തപ്പഴം ഒന്നും ഉടഞ്ഞു പോവരുത്. ആ ഒരു രീതി വേണം യോജിപ്പിച്ചെടുക്കാൻ. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് 1 നുള്ളു ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ സൂപ്പർ ടേസ്റ്റിലുള്ള പഴം വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണിത്. അവർക്ക് വളരെ ഇഷ്ടപ്പെടും. പിന്നെ പ്രായമുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ ഇച്ചിരി നെയ്യുടെയും പഞ്ചസാരയുടെയും അളവ് കുറയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.